അതേസമയം ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ നമ്മൾ കുറച്ചുകൂടി ഹോപ്പ് നൽകി, പോസിറ്റീവ്സും നൽകിയാണ് ഇനി അങ്ങോട്ട് രാഷ്ട്രീയം പറയേണ്ടത് എന്നുള്ള രൂപത്തിലും ഡിബേറ്റ് പോകുന്നത് കണ്ടു. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആശയവ്യക്തത സമ്മേളനത്തിൽ സംസാരിക്കുന്നവർക്കിടയിൽ തന്നെ ഇല്ല എന്നല്ല ഇതൊക്കെ ബോധ്യപ്പെടും. അതെ, അതാണല്ലോ പ്രശ്നം. ഇപ്പോൾ ഈ ആശയവ്യക്തത ഉണ്ടെങ്കിൽ ഇതിനകത്തൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. നമ്മൾ ക്രിയാത്മകമായ പ്രതിപക്ഷമായി നിൽക്കണം. അത് ശരിയാണ്, ശശി തരൂർ പറഞ്ഞത് ശരിയാണ്, ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായി തന്നെ നിൽക്കണം. പക്ഷേ ഏത് കാര്യത്തിലാണ് നമ്മൾ ക്രിയാത്മകമായിരിക്കേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. രാജ്യത്തിൻ്റെ ഒരു സെക്കുലർ ക്രെഡൻഷ്യൽസിനെ ഇല്ലാതാക്കുന്ന വിധത്തിൽ, രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗത്തെ അവരുടെ എന്താ പറയുക അവകാശങ്ങളിൽ നിന്ന് പറിച്ചെറിയുന്ന വിധത്തിൽ, അവരെ ഒരു മൂന്നാംകിട പൗരന്മാരാക്കുന്ന വിധത്തിൽ ഒരു ഭരണകൂടം പ്രവർത്തിക്കുമ്പോൾ അവിടെ ക്രിയാത്മക പ്രതിപക്ഷത്തിൻ്റെ ഒരു റോളും ഇല്ല. അവിടെ ഏകപക്ഷീയമായി എതിർക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അവിടെ ക്രിയാത്മകതയ്ക്ക് ഒരു റോളും ഇല്ല. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ കേരളത്തിൽ LDFും UDFും മാറി മാറി ഭരിക്കുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. അതിപ്പോൾ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും പ്രതിപക്ഷത്തിരിക്കുന്നവർ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കണം എന്ന് പറയുന്നതിലൊരു സെൻസ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു സെക്കുലർ ഡെമോക്രസിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന മുന്നണികളാണ് അധികാരത്തിലിരിക്കുന്നതും പ്രതിപക്ഷത്തിരിക്കുന്നതും. നമ്മൾ ഇന്ത്യയിൽ കാണുന്നത് അതല്ല. ഇന്ത്യയിൽ ഏകാധിപത്യ പ്രവണതയുള്ള ഒരു ഫാഷിസ്റ്റ് റെഷീമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കാര്യത്തിൽ നമ്മൾ ക്രിയാത്മക പ്രതിപക്ഷം എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരെന്ത് നല്ലത് പറഞ്ഞാലും അതിൻ്റെ പിന്നിൽ വിഷമൊളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും എന്നതാണ് വസ്തുത. അത് ഏത് കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് അവരെ എതിർക്കുക എന്നുള്ള ഒറ്റ മാർഗ്ഗമുള്ളൂ. അവിടെ ക്രിയാത്മക പ്രതിപക്ഷം എന്നോ പോസിറ്റീവ് പ്രതിപക്ഷം എന്നോ എന്നൊരു ഫാക്റ്റില്ല, അല്ലെങ്കിൽ ഫാക്ടറില്ല. ഇത് മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ആശയവ്യക്തതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അപ്പോൾ അതായത് നമ്മൾ രാജ്യത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് നമ്മൾ ക്രിയാത്മകമായ പ്രതിപക്ഷമായിരിക്കണം, നമ്മൾ പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ ഓക്കെയാണ്. പാർട്ടിയുടെ ഇൻറ്റേർണൽ ഡെമോക്രസിയുടെ കാര്യത്തിൽ അത് ഓക്കെയാണ്. കാരണം നമ്മളിപ്പോൾ ഇത്തരം സീറ്റേ ഉള്ളൂ, നമ്മൾ ചില സംസ്ഥാനങ്ങൾ മാത്രമേ അധികാരത്തിലിരിക്കുന്നുള്ളൂ, മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ദുർബലാവസ്ഥയിലാണെങ്കിലും നമ്മൾ ഇനിയും പോസിറ്റീവായി വളരാൻ തന്നെയാണ് ശ്രമിക്കുന്നത് എന്നുള്ളൊരു പോസിറ്റിവിറ്റി പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ അത് ഇപ്പോഴത്തെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്.